ഒരു 3-4 പേർ കേരളത്തിൽ പിടുത്തം വിട്ട നിലയിലാണ്. നിർബന്ധമായും അവരോടൊപ്പം സഹകരിക്കുന്നവർ, അവരുടെ വീട്ടുകാർ, അവരോട് അടുത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ വളരെ ശ്രദ്ധാപൂർവം ഒരു കരുതലോടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത്തെ ആൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ. പുള്ളി പൂർണ്ണമായും പിടുത്തം വിട്ട് നിൽക്കുക. നമ്മൾ സാധാരണ പറയുന്നതിൽ മേക്കാറ്റ് പിടിച്ച പട്ടം പോലെ റിപ്പോർട്ടർ ചാനൽ വാങ്ങിച്ച് അതിനകത്തിരുന്ന അവതാരകനായി, നിരീക്ഷകനായി, സത്യസനാതനം പിള്ളയായി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് മെസ്സി വരുന്നു എന്ന് പറഞ്ഞൊരു പ്രത്യേകതര അസുഖവുമായി പുള്ളി രംഗത്തിറങ്ങിയത്. പിന്നെ പുള്ളി മെസ്സി വന്നതുപോലെയാണ് എല്ലാം നടത്തിയത്. എന്നിട്ട് പത്രക്കാരോടൊക്കെ പറയാം, നിങ്ങൾക്കാർക്കും യോഗ്യതയില്ലെന്ന്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ വിൻഡോ അടഞ്ഞെങ്കിലും അടുത്ത വിൻഡോയിലൂടെ മെസ്സി ഇറങ്ങി വരുമെന്നാണ് പറയുന്നത്. അരുൺകുമാറിനോടും സ്മൃതി ചേച്ചിയോടും പറയാനുള്ളത്, നിങ്ങളാണ് പുള്ളിയായിട്ട് ചർച്ചയ്ക്കിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പുള്ളിയെ അനുനയിപ്പിച്ച് സ്നേഹത്തിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണം. മെസ്സി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ കൺമുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയായി പോകാൻ പാടില്ല. പിന്നെ രണ്ടാമത് പിടുത്തം വിട്ടു നിൽക്കുന്ന ആളെന്ന് പറയുന്നത് തൃശ്ശൂരിലെ പ്രജകളുടെ രാജാവാണ്, നമ്മുടെ സുരേഷ് ഗോപി സാറാണ്. പുള്ളി നേരത്തെ മുതൽ ഇങ്ങനെ പിടുത്തം വിട്ട് നിൽക്കുന്നതുകൊണ്ട് ആർക്കും അത്ഭുതമില്ലെങ്കിലും ഇപ്പോൾ അത് കുറച്ച് കലശലായിട്ടുണ്ട്. പുള്ളിയുടെ കലങ്ക് ചർച്ചയും അതുപോലെ തന്നെ കസേര ചർച്ചയും ചായക്കട ചർച്ചയൊക്കെ കണ്ടാൽ പുള്ളിയോട് നാട്ടിലെ ഒരു പ്രജ ചോദ്യം ചോദിച്ചിട്ട് സാധാരണയാണെങ്കിൽ ആ മൈക്ക് നേരെ രാജാവ് മറുപടി പറയാനാണ് വരുന്നത്. ഇത് പിന്നെ കാണുന്നത് ആ മൈക്ക് നേരെ സാനിറ്റൈസറിൽ മുങ്ങും. എന്തിനാണ്? കീടാനു അതിനെയെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുള്ളി എല്ലാ ജില്ലയിലും നടന്ന് പറഞ്ഞു എയിംസ് അവിടെ വരുന്നതാണ് നല്ലത്, എയിംസ് അവിടെ വരുന്നതാണെന്ന്. എന്നിട്ട് തൃശ്ശൂരിൽ പറഞ്ഞു കൊച്ചിയിലെ മെട്രോ തൃശ്ശൂർ വഴി നേരെ എങ്ങാണ്ടോട്ട് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി പറയുന്നത് തൃശ്ശൂരെന്ന് പറഞ്ഞിട്ടേ ഇല്ല, വേണമെങ്കിൽ അതിൻ്റെ ഒരു ലൈൻ വലിക്കാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. ഇന്ന് പുള്ളിയുടെ ഒരു ഇംഗ്ലീഷ് ഫോൺ സ്പീക്കിംഗ് കോഴ്സ് കേട്ടായിരുന്നു. പുള്ളി ഒരു കളക്ടറെ വിളിച്ച് ഇംഗ്ലീഷിൽ ഫോണിൽ സ്പീക്ക് ചെയ്യുന്നത്. നിരപരാധികളായ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ അസ്ത്രപ്രജ്ഞരായി പുള്ളിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്തായാലും BJPയിലെ പ്രമുഖരായ കുലീനരായ അന്തസ്സുള്ള നേതാക്കളൊന്നും പുള്ളിയെ എങ്ങും അനുഗമിക്കാറില്ല. അതുകൊണ്ട് രാജ്യത്തെല്ലാം ഭദ്രമാണ്. ചതി വേണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പുള്ളിയോടൊരു കഠിന ചതിയാണ് ചെയ്തത്. പുള്ളിക്കെതിരെ ഈ കേസ് വന്ന് ഈ സംഗതിയെല്ലാം വന്നിട്ട് ആകപ്പാട് സുരേഷും പുള്ളിയും കൂടെ പത്രസമ്മേളനം നടത്തണം. കേരളത്തിലെ ഒരൊറ്റ BJP നേതാക്കൾ പോലും പുള്ളിയെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. സാധാരണ ഞങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും പറഞ്ഞ് അവർ രംഗത്തിറങ്ങേണ്ടതാണ്, അവരാരുമില്ല. അവസാനം ഇന്ന് പുള്ളിയോട് ചോദ്യം ചോദിച്ച് പുള്ളി ഇറങ്ങിപ്പോയി, കൈകൊണ്ട് താണ്ട് ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ച് നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തുവാന്നൊക്കെ